Guys, I'm kind of excited because എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോയി. ബട്ട് അവർക്ക് വേദന ഒന്നും വന്നില്ല. ബട്ട് ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. സോ ഞാൻ അങ്ങോട്ട് പോകണേ. ഓക്കെ. സുന്ദരിയായിട്ടുണ്ട്. കഴിച്ച് ഇവിടെ മുടി പിന്നില്ല. എന്തോ അങ്ങനെ കൂട്ടാൻ വയ്ക്കുന്നത് അത്രേ സമയത്തൊക്കെ എന്തിനാ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് 29th ഏപ്രിലാണ്. എൻ്റെ സിസ്റ്ററിനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്നലെ അഡ്മിറ്റായി. 28-ാം തീയതി രാത്രിയാണ് അവൾ അഡ്മിറ്റ് ആകെ. സോ 9 മാസം കഴിഞ്ഞു. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയാണ്. പെയിനൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മെഡിക്കൽ ടേംസ് ആണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. കാരണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ. ഒരു കുഞ്ഞാളും കൂടി നമ്മുടെ ഫാമിലിയിൽ ആഡ് ആവുകയാണ്. സോ ദ മെയിൻ ആളാണ്. സോ ഇന്നലെ ഞാനിത് വാങ്ങിച്ചു. ഇത് ആക്ച്വലി ഞാൻ പാറുവിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. കാരണം വാവ വരുന്ന സമയത്ത് എല്ലാവരും വാവയിലോട്ട് ശ്രദ്ധ പോകുന്നു എന്ന് നമുക്ക് തോന്നരുത്. ബിക്കോസ് എനിക്കിവിടെ പറയണം എന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എത്ര ആരൊക്കെ വന്നാലും എനിക്ക് ആദ്യത്തെ കുഞ്ഞെന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. സോ നമ്മുടെ വീട്ടിൽ ആദ്യത്തെ കല്യാണം കഴിഞ്ഞത് അവളുടെയാണ്. അപ്പോൾ വാവ ഉണ്ടാകുന്നത് അവൾക്കാണ്. സോ ഐ എം സോ ഹാപ്പി. സോ ഇന്നലെ അഡ്മിറ്റായി. ഞാൻ ഇന്ന് രാവിലെ 5:30 ആയപ്പോൾ പോയി. കാരണം 6 മണിക്ക് അവൾക്ക് മരുന്ന് കയറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ട്രിപ്പൊന്നും ഇട്ടില്ല, മരുന്ന് കൊടുത്തില്ല. നമ്മുടെ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂബ് ഇട്ടിട്ട് നാച്ചുറലി പെയിൻ വരുന്നു എന്ന് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. സോ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ആ ട്യൂബ് തന്നെ പോയി. അപ്പോൾ ഡോക്ടർ വന്ന് നമുക്ക് ഇന്നൊരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പോൾ അവൾ എക്സസൈസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുളിക്കാൻ വന്നതാണ്. ഞാനൊരു 10 മണിയായപ്പോൾ ഇവിടെ വന്നു കുളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് തിരിച്ച്. സോ ഇതും കൂടെ നമുക്ക് കൊണ്ട് കൊടുക്കാം. വാവ വരുന്ന സമയത്ത് വാവയ്ക്ക് ഇത് കളിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു കളറൊക്കെ വാവയ്ക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ പാറുവിനും ആദ്യം കൊടുക്കാം. പാറു ഇത് കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങട്ടെ. സോ ഇന്നലെ ഞാൻ വാങ്ങിയതാണ് ഇൻസ്റ്റമാർട്ടിൽ നിന്ന്. സോ അവൾ എത്ര എന്നൊക്കെ പറഞ്ഞാലും അവളാണ് എൻ്റെ ആദ്യത്തെ ബേബി. സോ അതൊരിക്കലും മാറത്തില്ല. ഫുൾ ടൈം അവളോട് തന്നെ ഇരിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ ആയാലും ഞാനിങ്ങനെ നടക്കുകയാണ്. എനിക്ക് വയ്യ വണ്ടിയൊന്നും ഓടിക്കാൻ. പക്ഷേ ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്. എനിവേ, സോ അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം ഗൈസ്. ഇതുകൊണ്ട് കൊടുക്കാം. പിന്നെ അവൾക്ക് തുണിയൊക്കെ എടുക്കണം. അതെല്ലാം കൂടെ കൊണ്ടുപോയി നമുക്ക് അങ്ങോട്ട് പോകാം. ഗായ്സ്, ഇപ്പം ഏകദേശം 10 മണി കഴിഞ്ഞു. അവളെ ലേബർ റൂമിൽ കുഞ്ഞിന് അനക്കം നോക്കാൻ വേണ്ടിയിട്ട് കയറ്റിയേക്കുവാണ് അവളെ പകത്ത്. എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി വീട്ടിൽ പോയി ഉറങ്ങാം. ഇവിടെ കിടക്കാൻ സ്ഥലമില്ല. പാളിയനും അമ്മയും ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ പോവാണ്. ഇപ്പോൾ 4:40 ഐ എം ഗോയിങ് ഹോസ്പിറ്റൽ. അതടുത്ത് കിടന്നു. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 4:45. അവളെ 5 മണിക്ക് ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ കൊണ്ടുപോകണം. അപ്പോൾ ഞാനിപ്പോൾ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. ലിപ്സ്റ്റിക് വേണം ഗൈസ്. അപ്പം നല്ല ഉറക്കക്ഷീണമുണ്ട് എനിക്ക്. എൻ്റെ കണ്ണ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ രാവിലെ കുറച്ച് വിശന്നിപ്പോൾ 6 മണിയായി. ഞാൻ അവളെ ഇപ്പം പാറുവിനെ ആണെങ്കിൽ ലേബർ റൂമിൽ കയറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഓൾറെഡി അവർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് പെയിൻ വരുന്നത്. അപ്പം 5 മണിക്ക് പാറുവിനെ ഇപ്പോൾ അകത്ത് ലേബർ റൂമിൽ കയറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 മണിക്ക് കയറിയിട്ട് വന്നത്. മുടിയൊക്കെ പിന്നിട്ട് കൊടുക്കണമായിരുന്നു കേട്ടെ. ഇന്നലെ ഇതുപോലെ പോയതാണ്. പക്ഷേ അപ്പോൾ ഇന്നലെ ഡോക്ടർ പറഞ്ഞത് ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. നോർമലി എന്തെങ്കിലും ഫ്ലൂയിഡ് പൊട്ടുകയോ അല്ലെങ്കിൽ പെയിൻ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരുന്നിടണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പം മരുന്നിട്ടു. 5 മണിക്ക് കയറ്റി. ഇപ്പോൾ 6 മണിയായി. ഞാനിപ്പം റൂമിൽ വന്നു. എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട്. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ തലേന്നും അതിന് മുമ്പുള്ള ദിവസമൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് നേരം ഒന്ന് കിടക്കാൻ. എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട്. ഞാൻ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കിടക്കട്ടെ ഗൈസ്. ഇതാണ് ഹോസ്പിറ്റൽ റൂം. നല്ല റൂമാണ്, ക്ലീനാണ്. ഓക്കെ,
പാറു അകത്ത് കിടക്കുന്ന വീഡിയോ എടുക്കും. ഹായ് ഗൈസ്, അപ്പം ഞാൻ പറയുന്നത് എൻ്റെ സിസ്റ്റർ ഇവിടെ ഹോസ്പിറ്റലായിരുന്നു. അപ്പം അവിടെ ഇത്രയും പെയിൻ സഹിച്ചു. അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തല ഇരുന്നിട്ട് ഇറങ്ങി വരുന്നില്ല. അപ്പം മാക്സിമം ശ്രമിച്ച ഡോക്ടർ അവസരം പറഞ്ഞ് റിസ്ക് എടുക്കണ്ട, പക്ഷേ സിസേറിയൻ ചെയ്യാനായിട്ട് കയറ്റി. അപ്പോൾ കുഞ്ഞു ഡോക്ടർ പറഞ്ഞായിരുന്നു ഓൾറെഡി 2.25 കിലോ ഉണ്ടായിരുന്നു. അപ്പം വെയിറ്റ് വെക്കരുതെന്ന് ലാസ്റ്റ് സ്കാനിങ്ങിൽ പറഞ്ഞായിരുന്നു. ചിലപ്പോൾ ഒന്നെങ്കിൽ പിന്നെ കഴിച്ചപ്പോൾ വെയിറ്റ് കൂടി കാണും. തല ഇറങ്ങി വരുന്നില്ല. എല്ലാ വേദനയും അവൾ സഹിച്ചു. ഇപ്പം ട്രീറ്റ്മെൻറ്റും സങ്കടവും വെച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. സോ പാറു പോരാളി നോ, അവളുടെ അമ്മയായി. ഇറ്റ്സ് എ ബേബി ബോയ് ആൻഡ് ഐ എം സോ ഹാപ്പി. പക്ഷേ എനിക്ക് അവളെ കാണാത്തത് കൊണ്ടൊരു വിഷമമുണ്ട്. എനിക്ക് അവളെയാണ് കാണണം. ഇപ്പം നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലോട്ട് കൊണ്ടുവന്നപ്പം കണ്ടു എന്നുള്ളൂ, അല്ലാതെ കണ്ടില്ല. അപ്പോൾ കുഞ്ഞുവാളെ കണ്ടു, ആ അടിപൊളിയായിട്ടിരിക്കുന്നു. ബേബി ബോയ് ആണ്. നമ്മൾ അന്ന് ബേബി ഷവർ നടത്തിയപ്പോൾ മുതൽ എല്ലാ സാധനവും ബേബി ബോയ് എന്നുള്ളവരാണ്. അവനെന്നാണ് നമ്മൾ വയറിനോട് തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അവൻ ഇനി അവളെ നാളെ 24 hours കഴിഞ്ഞ് കൊണ്ടുവരുള്ളൂ. ഹായ് ഗൈസ്, സോ ഞാനിപ്പോൾ വീട്ടിൽ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ രാവിലെ 4 മണിക്ക് പോയതാണ്. അപ്പോൾ അമ്മയും എന്നോട് വന്നു. ഇപ്പോൾ എൻ്റെ പാറിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, അതായത് എൻ്റെ അളിയൻ്റെ അമ്മയും എൻ്റെ മാമിയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഞാനും അമ്മയും കൂടെ കുളിക്കാനായിട്ട് വന്നു. പിന്നെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവർക്കൊക്കെ മുട്ടായി കൊടുക്കണമല്ലോ, അങ്ങനെയുള്ളൊരു കുറച്ച് കാര്യങ്ങൾ. പിന്നെ എനിക്ക് കുളിക്കണം, അച്ഛൻ്റെ 2-3 തുണിയൊക്കെ കഴുകണം. പാറു ഇട്ടിരുന്ന കുറച്ച് ഡ്രസ്സുണ്ട്, അതൊക്കെ കഴുകാനായിട്ടൊക്കെ ഞാൻ വന്നു. ഈ വീഡിയോ എന്നിടും എപ്പോൾ ഇടുന്നൊന്നും എനിക്കറിയില്ല. മാക്സിമം ഇന്ന് ഈ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഇറ്റ്സ് ഓൺലി എ ബർത്തിങ് സംഭവം വീഡിയോ മാത്രമാണിത്. അവളെയും കുഞ്ഞിനെയും ഞാൻ കണ്ടു. അവളെയും ജസ്റ്റ് ഒരു മൊമെൻറ്റിൽ നമ്മളെ കാണിക്കുള്ളൂ. ഇപ്പോൾ ഈ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവളെയും OT ന്ന് ഇറക്കി ജസ്റ്റ് ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റുന്ന ആ ടൈമിലാണ് നമ്മൾ കണ്ടത്. ആൻഡ് ഷീ ക്രൈഡ്. ആൻഡ് ദ മൊമെൻറ്റ് ഈ സെക്ഷൻ ആണ് എന്ന് അറിഞ്ഞപ്പോൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഞങ്ങൾ ഇന്നലെ നടക്കാത്ത സമയങ്ങളിൽ നടന്നു, സ്റ്റെപ്പ് ഇറങ്ങി കയറി, എക്സസൈസ് ചെയ്തു. ബട്ട് മോർ ദാൻ ദാറ്റ് ദൈവത്തിനൊരു ഇതുണ്ടല്ലോ, നമ്മൾ ചെയ്താലും ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചർ എവിടെയെങ്കിലും ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ കുട്ടി ജനിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ കുട്ടിയുടെ ജീവിതം, അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. സോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഷീ ഈസ് മൈ ഫസ്റ്റ് ബേബി. എൻ്റെ ആദ്യത്തെ കുഞ്ഞെന്നൊക്കെ പറയാനായിട്ട് എനിക്ക് അവളാണ്. അതുപോലെ തന്നെ ഞാൻ പറയാം, എൻ്റെ കസിൻസ് ഞാനും ഒരുപോലെ വളർന്നു വന്നവരാണ്. അപ്പം ഞങ്ങൾ 4 പേരിൽ ആദ്യത്തെ കല്യാണം കഴിക്കുന്ന അവളാണ്. അവൾക്കാണ് ആദ്യത്തെ ബേബി ഉണ്ടാകുന്നത്. അപ്പം വാട്ട് എവർ ഹാപ്പൻസ്, ഷീ ഈസ് മൈ ഫസ്റ്റ് ബേബി. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിട്ടും ഒബ്വിയസ്ലി ഐ എം ഹാപ്പി ദറ്റ് ഞങ്ങളുടെ മെയിൻ ഹീറോ ഈസ് ദ ബേബി. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ ആൺതരിയാണ്. എൻ്റെ വീട്ടിലിപ്പോൾ ഞാനും പാറുവാണ് ഉള്ളത്. അപ്പം പെമ്മക്കളാണല്ലോ, അപ്പോൾ ആദ്യത്തെ ആൺകുട്ടി അവനാണ്. പക്ഷേ എങ്കിൽ പോലും അവൾക്ക് സെക്ഷനാണ്, അവളെ മുറിക്കുന്നു, സർജറി, അങ്ങനെ ഒരു സാധനം തോട്ട് വന്നപ്പോൾ അതുവരെ അവൾ വേദനിക്കുന്നത് ഞാൻ അകത്ത് കയറി കാണുമ്പോൾ എല്ലാം അവൾക്ക് നല്ല പെയിനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ബട്ട് ഞാൻ അപ്പോഴെല്ലാം പിടിച്ച് നിൽക്കുമായിരുന്നു. എനിക്ക് കരയരുത്, അവളെ വിഷമിപ്പിക്കരുതെന്ന് വെച്ചിട്ട് ഞാൻ പിടിച്ചിരിക്കുമായിരുന്നു. ബട്ട് വെൻ ദ ഡോക്ടർ സെഡ് ദാറ്റ് വി ഹാവ് ടു ഡു സെക്ഷൻ, സോ ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ധൈര്യം ഇറ്റ്സ് ഗോൺ. ഐ സ്റ്റാർട്ട് ക്രൈം ബിക്കോസ് എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാനത് അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യുന്നേ ഉള്ളൂ. ബിക്കോസ് ഐ നോ സെക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ഐ നോ ഇറ്റ്സ് ഗ്ലൂഡ് സ്റ്റിച്ചാണായിരിക്കും എന്നറിയാം. പഴയ പോലത്തെ സ്റ്റിച്ചല്ല. എങ്കിലും അവൾ ഒരുപാട് എന്നെ പോലെയല്ല, അവൾ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രശ്നം പറ്റിയത് കുഞ്ഞിന് വെയിറ്റ് കൂടുതലായിരുന്നു. സോ ഹെഡ് കുറച്ച് വലുതായിരുന്നു. അതുകൊണ്ട് ആ ഹെഡ് ഇറങ്ങി വരുന്നില്ല. അപ്പോൾ കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന ഹെഡിൻ്റെ ഷേപ്പ് മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സെക്ഷൻ. ദ ഡോക്ടർ ആൻഡ് ദ നഴ്സസ് എവരി വാസ് സോ സപ്പോർട്ടീവ് ആൻഡ് സോ കെയറിങ്. അവരെല്ലാം ഇപ്പോഴും കുഞ്ഞ് NICUലാണ്. കാരണം നാളെ അവളെ ഇറക്കുമ്പോൾ മാത്രമേ കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് തരുള്ളൂ. അതുവരെ കുഞ്ഞിനെ നമുക്ക് പോയി കാണാം കുഞ്ഞിനെ, ബട്ട് പാല് കൊടുക്കേണ്ടതുകൊണ്ട് അവിടെ തന്നെ വെച്ചേക്കും. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നല്ല ഡോക്ടറാണ്. AM ഹോസ്പിറ്റലിലെ ഗൈനക്കാണ്, നിഷ അംജ എന്ന് പറഞ്ഞ ഡോക്ടർ. സോ ഷീ സോ ഫ്രണ്ട്ലി ആൻഡ് നഴ്സുമാരെല്ലാം ഫ്രണ്ട്ലി ആയിരുന്നു. അവൾ ഒരുപാട് വേദന സഹിച്ചു. ആൻഡ് ദാറ്റ് ഈസ് ദ വൺ തിങ് എന്നെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നൊരു കാര്യം. ഷീ സഫേർഡ് എ ലോട്ട് ഓഫ് പെയിൻ. എന്നിട്ടും അവൾക്ക് സെക്ഷൻ ആണല്ലോ വന്നത്. ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് ദൈവത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കുഞ്ഞിന് നമുക്ക് നല്ല രീതിക്കാണ് കിട്ടിയത്. ഒരു കുഴപ്പമില്ല അവയ്ക്ക്.
ബേബി ഞാൻ പണ്ട് ബേബി ഷവർ നടത്തിയപ്പോൾ മുതൽ അവനെന്നാ പറയുന്നത്. അന്ന് തീമിൽ തന്നെ ഫുള്ള് ബ്ലൂ ആയി പോയി. നമ്മളത് മനസ്സിൽ വെച്ചിട്ട് ചില ചെയ്തത്, പക്ഷേ ബ്ലൂ ആയി പോയി. അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ആൺകുട്ടി ആയിരിക്കോ. മനസ്സിൽ എനിക്ക് പെൺകുട്ടി വേണം എന്നായിരുന്നു, ബട്ട് ആൺകുട്ടി ആയിരിക്കുമോ എന്ന് ഞാനൊരു തോട്ട് ഉണ്ടായിരുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ബേബി ഈസ് ഓക്കെ, അവളും ഓക്കെ ആവും എനിക്കറിയാം. നല്ല ഡോക്ടറാണ്, എല്ലാം നല്ല കാര്യങ്ങളൊക്കെയാണ് നടന്നത്. പക്ഷേ അവൾ അത്രയും പെയിൻ സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു വിഷമം. നമ്മുടെ കുടുക്കുമണി 450 ഉണ്ടായിരുന്നു. സോ അത് ആക്ച്വലി ഇച്ചിരി കൂടുതലാണ്. സോ യാ, അപ്പോൾ എന്തായാലും എല്ലാവരും സേഫാണ്, പാവ സേഫാണ്. സോ നാളെ ഞാൻ ഇന്ന് ബാക്കിയുള്ള വീഡിയോസ്, ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്നാണല്ലോ, അപ്പോൾ ഇനി ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. പാറുവും വാവയും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് സാഡ്. ഐ എം സോ ഹാപ്പി ദറ്റ് വാവ ജനിച്ചത്. ബട്ട് അവളുടെ ഒരു വേദന എനിക്കത് എൻ്റെ ഒരു വേദനയായിട്ട് തോന്നുന്നുണ്ട്. മേ ബി ഞങ്ങൾ വഴക്കിടും, ഞങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യും. ബട്ട് അവൾ എനിക്ക് കൂടെ പിറപ്പ് പോലല്ല, അവൾക്കും തിരിച്ചങ്ങനെ തന്നെയാണ്. അവൾ ഒരു ബേബിയെ പോലാണ് ഇപ്പോഴും. സോ നാളെ അപ്പോൾ അവളെ വരുന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഹാപ്പിയാക്കി കാണിക്കാം. അപ്പോൾ നാളെ നമുക്ക് അവളൊക്കെ വന്നിട്ട് നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് ഇടാം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. സോ അപ്പോൾ ബൈ ഗൈസ്. ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടുമണി ജനിച്ചതിനുള്ള വീഡിയോ. സോ യാ, ബൈ.